ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. അച്ചാർ മറ്റൊന്നുമല്ല, മത്തി അച്ചാർ. ഇപ്പം മത്തിയുടെ സീസൺ കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാനുള്ള മീനിൻ്റെ ലഭ്യതയും സൗകര്യവും കാര്യങ്ങളും ആലോചിച്ചിട്ടാട്ടോ നമ്മളും ഈ റെസിപ്പി അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഈ പറഞ്ഞ പോലെ നമുക്കും ഫ്രഷ് ആയിട്ട് മീൻ കിട്ടിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് തോട്ട് പോയത് മത്തി അച്ചാറിലോട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാമല്ലേ. മത്തി നന്നായി കഴുകി വൃത്തിയാക്കി അച്ചാറിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായി കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുക. കൈകൊണ്ട് തന്നെ എന്ന് എടുത്തു പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. സ്പൂൺ കൊണ്ടോ മറ്റോ തിരുമ്മി പിടിപ്പിക്കുകയാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ ചേർത്ത പൊടികൾ എത്താതെ വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കാനാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറിവേപ്പിലയും ചേർക്കുന്നുണ്ടേ. നമ്മൾ നന്നായി മീനിലേക്ക് ഈ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റെങ്കിലും നന്നായി തട്ടിപ്പൊത്തി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തത് നമ്മൾ അച്ചാറിലേക്ക് ആവശ്യമായ ഉലുവ വറുത്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ചട്ടി ചൂടാക്കി ഉലുവയിട്ട് നന്നായി വറുത്ത ശേഷം ചൂടാറാൻ വെച്ച് കഴിഞ്ഞ് നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇന്ന് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് വിറകടുപ്പിൽ വെച്ചാണ്. അപ്പോൾ ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന മീൻ ചേർത്ത് നന്നായി വറുത്തെടുക്കുക. കിലുകിലാന്ന് ഒച്ച കേൾക്കുന്നത് വരെ വറുത്തെടുക്കണം. കിലുകില എന്ന് പറഞ്ഞത് കേട്ട് ആരും മണ്ടടിക്കേണ്ട, നന്നായി വറുത്തെടുക്കണം എന്നതാണ് അർത്ഥം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നന്നായി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ താരം മത്തി, വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, കടുക്, പച്ചമുളക്, കായപ്പൊടി, വിനാഗിരി എന്നിവയെല്ലാമാണ് അച്ചാറിന് വേണ്ട മറ്റ് സാധനങ്ങൾ. ചട്ടി ചൂടാക്കി ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം കുറച്ച് പച്ച ഉലുവ കൂടി ചേർത്ത് ഇതിലേക്ക് നന്നായി ചൂടാക്കി എടുക്കാം. ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. ശേഷം നമ്മൾ മത്തി വറുത്ത് മാറ്റി വെച്ച എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വാടി വരുമ്പോൾ പൊടികൾ ഇതിലേക്ക് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നമ്മുടെ അച്ചാറുകളിലെ താരം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്താന്ന് വെച്ചാൽ മീൻ വറുക്കുന്നതിന് ആവശ്യമായ ഉപ്പ് മാത്രമേ നമ്മൾ മുമ്പ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ മെയിൻ താരം മീൻ വറുത്ത് മാറ്റി വെച്ചത് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മത്തി അച്ചാർ റെഡിയായി ഫ്രണ്ട്സ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട കിടിലൻ അച്ചാറാണിത്. അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ റെസിപ്പി വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ നമ്മുടെ മത്തി അച്ചാർ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ.